ഈ വണ്ടി കൊടുക്കാനുള്ളതാണ്. USD ഫോർക്ക് ഉണ്ട്, പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ ABS ആണ് വരുന്നത്. പിന്നെ എണ്ണ കഴിഞ്ഞ് പോയി പെട്ടിക്കാണെങ്കിൽ പെടലൊക്കെ വരുന്നുണ്ട്. പെടലിൽ ചവിട്ടിയൊക്കെ പോവാം. ഗൈസ് എണ്ണ മടിയായിട്ട് നമ്മൾ പമ്പത്തെ അകത്ത് കയറാണ്ട് ചോദിക്കണം. എണ്ണ ഒരു വിഷയം തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വണ്ടി. നമുക്കൊന്ന് ഏതായാലും ഓടിച്ച് നോക്കാം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു RC കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ RC ബുക്കിൽ ഫിനാൻഷ്യലായിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അതായത് NOC അവിടെ സബ്മിറ്റ് ചെയ്ത് അത് അതിൽ നിന്ന് ക്ലിയർ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്കത് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു RC കാണാൻ വേണ്ടി പോകട്ടോ. അതും 200 തന്നെയാണ്. കളറിൽ മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വിചാരിച്ച അതുപോലെ ലോ കിലോമീറ്റർ എല്ലാ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടിയെ കാണാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഹോളിട്ടിട്ടാൽ മതി. നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. പിന്നെ മെയിൻലി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. കാരണം ഇന്നലെ നമ്മൾ ഒറ്റൊരു RC അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വേറെ വണ്ടി മാറി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ മെയിൻലി ഞാൻ ഇന്നലെ ആ ഒരു RC കണ്ടാണ് അത്രയും ഫണ്ടൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഫണ്ട് കയ്യിൽ വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. ടാസ്ക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആഗ്രഹിച്ച് പെട്ടെന്ന് ഫണ്ട് സെറ്റ് ചെയ്ത് ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. ഒരാൾ റെഡി ആക്കിക്കോളും, നമുക്ക് വേറെ ഏതും സെറ്റ് ആയില്ലെങ്കിൽ അത് എടുക്കാം. ആ ഒരു മൈൻഡാണ്. എന്തായാലും ആ ഒരാളെ നമ്മൾ കറക്റ്റ് രീതിക്ക് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. നമ്മൾ A to Z കാര്യം പേരിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ വരെ പോയാണ്. അപ്പോഴാണ് ആൾ അവിടെ നിന്ന് നോക്കി പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അങ്ങനെ മിസ്സായി പോയാണ്. ആ ഒരു RC അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കതിന് മുമ്പ് ഈ തിരക്ക് കൂട്ടാണ്ട് പയ്യെ ഇതുപോലെ അതിനിടയ്ക്ക് റെഡിയാകും വരെ ഓരോ RC ഒക്കെ പോയി കാണാം. അങ്ങനെയുള്ളൊരു പ്ലാനാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നേരെ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് നേരെ രണ്ടുപേരും കൂടി നോക്കാൻ വേണ്ടി പോകണം. അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകട്ടോ. നമുക്ക് ഇങ്ങോട്ടാട്ടോ പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ നേരെ അവൻ്റെ അടുത്തെത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ പെട്രോൾ അടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ലൊക്കേഷൻ പറഞ്ഞതല്ലേ? നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കണം. അപ്പോൾ വെള്ളം എവിടെ വെള്ളം കുടിക്കണോ? ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ശരിക്കും റൗണ്ട് കിട്ടിയോ? റൗണ്ട് കിട്ടി. അപ്പോൾ അതേ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ വണ്ടി. ഇതാണ് കേട്ടോ വണ്ടി. നമുക്കൊന്ന് ഏതായാലും ഓടിച്ച് നോക്കാം. അപ്പോൾ സംഭവം ഓക്കെയാണ് കേട്ടോ. വണ്ടി അത്യാവശ്യം ഞാൻ വിചാരിച്ച ആ ഒരു ലെവലിലോട്ടൊക്കെയാണ് വണ്ടിയുടെ എന്താ പറയുക പെർഫോമൻസ് കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് റേഡിയേറ്റർ ഒന്ന് ഓണാവുന്ന ആ ഒരു സംഭവമാണ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
വർക്കിംഗ്. ഓക്കെ, പാർക്കിംഗ് ആണ്. ഓക്കെ, വാണിങ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എനിക്ക് വണ്ടി അങ്ങ് റൈഡ് ചെയ്തിട്ട് അങ്ങ് വണ്ടി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ പറ്റാക്ക് പറ്റൂല, അതെന്തായാലും പറ്റില്ല. പക്ഷെ എനിക്ക് എന്തായാലും അല്ല ഇതൊക്കെ ഒരു പൂതി കയറി എടുക്കാന്നുള്ളൂ, അല്ലാതെ വെറുതെ പോയി എടുത്തു കഴിഞ്ഞാൽ മൂന്ന്. ഗൈസ് എണ്ണാൻ മടിയായിട്ട് നമ്മൾ പമ്പത്തെ അകത്ത് കയറാണ്ട് ചോദിക്കുകയാണ്. എണ്ണ പോലെ മെഷീൻ തന്നിക്കുന്നു. കീപ്പട്ടില്ല, ഇനി ഫുള്ള് മാപ്പട്ട്. ഗൈസ് അങ്ങനെ സാവിട്ട് വണ്ടി എടുത്തിരുന്നേ. അങ്ങനെ ഒരു ആർട്ടിൻ്റെ ഇതൊക്കെ എടുക്കാൻ പോവാണ്. എന്താ പറയണ്ടത് ഒരു ഐഡിയ. വണ്ടി എടുത്തു ഗൈസ്, ചെക്കൻ വണ്ടി എടുത്തു. ഇത് റൈഡ് KTM മേലേക്കരം RC മേലേക്കരം. ഗൈസ് എൻ്റെ ഫോണിൽ വേണ്ട നമ്പർ പണ്ടേ സേവ് RC പോയി നനി. ഇപ്പം അത് പോവായിട്ടുണ്ട്. ഇതാ അത് അതേമാതിരി വന്നിട്ടുണ്ട്. ഇനി പേര് സേവ് ചെയ്തൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, RC പോയി തന്നെ ആയിട്ടുണ്ട്. ഈ വണ്ടി കൊടുക്കാനുള്ളതാണ്. USD ഫോർക്ക് ഉണ്ട്, പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ ABS ആണ് വരുന്നത്. പിന്നെ എണ്ണ കഴിഞ്ഞ് പോയി പെട്ടിക്കാണെങ്കിൽ പെഡലൊക്കെ വരുന്നുണ്ട്, പെഡലിൽ ചവിട്ടിയൊക്കെ പോവാം. പിന്നെ ബ്രേക്കിംഗ് സെറ്റാണ്, അടിപൊളി ഫിനിഷിങ്ങുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഡെയിലി തുടച്ച് ഇറക്കുന്ന വണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഇനി വരികയാണെങ്കിൽ ബാക്കിൽ ഫ്ലാപ്പിങ് ഒക്കെ വന്നിട്ടുണ്ട്, മഴവെള്ളം തിറക്കിയാക്കാൻ. അപ്പോൾ നമ്മൾ ബോഡിമേക്ക് മഴവെള്ളം തിറക്കില്ല. പിന്നെ വണ്ടി ഫ്രഷാണ്, 2022 ലാസ്റ്റ് മോഡലാണ് വണ്ടി. വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ റിഫ്ലക്ടർ ഉണ്ട്, അപ്പോൾ രാത്രി കഴിഞ്ഞ് പുറത്ത് പോകുകയാണെങ്കിലും വണ്ടി വരുന്നേ ഓൽക്ക് നമ്മളെ കാണാൻ കഴിക്കും, നമുക്ക് പോലെ കണ്ടില്ലെങ്കിലും. പിന്നെ അടുത്തവൻ്റെ ഡ്രീം ഇതാണ്. പിന്നെ അടുത്ത ഇതെടുക്കുന്ന പറഞ്ഞെടുക്കണേ. പക്ഷേ പൈസേൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എടുക്കാൻ കഴിയാത്തതാണ്. സാധനത്തിന് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് ചോദിക്കണേ 2.25. അതുകൊണ്ട് മാത്രമാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ അടുത്ത വ്ളോഗിൽ ഇതേക്കരം. അപ്പം നമുക്കപ്പോൾ കാണാം ഗായ്സ്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ഓൾമോസ്റ്റ് സെറ്റായി. ആട്ടാനിപ്പോൾ പോകണേ. ഇപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് കഴിച്ചാൽ പോകണേ. ഇപ്പോൾ രാനാട്ടിലേക്കാണ് പോകണേ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ചുണ്ടല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ ഈ എന്താ പറയുക, അത് എടുക്കുന്ന ഒരു പ്രതീക്ഷയിൽ വന്നല്ല. എൻ്റെ ഡ്രസ്സ് തന്നെ കണ്ടാൽ അറിയാം കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെ നാളെ നമ്മളേതായാലും ഈ വണ്ടിയുടെ RC വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. RCൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടി ഒന്നും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്ന കാര്യമല്ലേ. ഗായ്സ് അവൻ പോവാട്ടോ. അവനക്ക് വേറെ ഫ്രണ്ടിൻ്റെ ഒരു കാറ് സർവീസിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ പോകാൻ പറഞ്ഞത് വിഗോ ഇല്ല. കുമ്പിട്ടല്ലേക്കുള്ളൂ. അങ്ങനെ അയ്യോ മുന്നിലോട്ടിട്ട് വിഗോ വീഴോ. ഈ നാളെ ആസ്വദിക്കാൻ പറ്റും. അതാ വന്നത്. ഇടക്കിടക്ക്
അപ്പോൾ നമ്മളിതേ ഇവനെ കൊണ്ട് പോവാട്ടോ. എനിക്കൊന്നും കിട്ടി വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആവുമെന്ന് കരുതി ഇവനെ നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓ, എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഫുള്ളോ? ഓക്കെ, അവർക്ക് പോലും വിശ്വാസമാവുന്നില്ല കേട്ടോ ഞാൻ ഫുള്ളടിക്കുന്നത്. അതാ അവസ്ഥ. ഫുള്ളല്ലേ? ആ, ഫുള്ള് ഓവർ അടിയിലോട്ടോ. ഗൂഗിൾ പേ ആണോ? അല്ല, ക്യാഷ്. എത്ര ഫുള്ള്? എത്ര അറിയില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡ്രീം വണ്ടി നമ്മൾ സ്വന്തമാക്കിയിരിക്കും കേട്ടോ. എനിക്കൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഗായ്സ്, സംഭവം സ്വന്തമാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്വന്തമാക്കി വീട്ടിലോട്ട് വരെ കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ പിന്നെ നമ്മൾ അന്ന് അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനോട് പിറ്റേ ദിവസം RC ചേഞ്ച് ആക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊരു ദിവസം ഷോറൂമിൽ പോയി ചെക്കപ്പ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ എടുക്കുള്ളൂ എന്നുള്ള മൈൻഡിലായിരുന്നു നമ്മൾ അവിടുന്ന് പോകുന്നത്. ക്യാഷും കൊടുത്തു. ക്യാഷ് കൊടുത്തതിനും അഗ്രിമെന്റ് എഴുതി RC ബുക്കൊന്നും തന്നില്ല. അത് പിറ്റേന്ന് പേര് ചേഞ്ച് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചായിരുന്നു അന്ന് പോകുന്നത്. പക്ഷെ നമ്മൾ ഏതായാലും ഒറ്റ തവണ അല്ലേ വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ രീതിക്ക് ആവണ്ടേ. അപ്പോൾ അത് കരുതി അതിന് ടെക്നിക്കലായിട്ടുള്ള ഫീച്ചർപരമായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സംഭവം നമ്മളെ തെറ്റ് തന്നെ ആയിരുന്നു. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. പക്ഷേ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒക്കെ മറന്നുപോയി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ ചെക്കന്മാർ, അതായത് പിള്ളേർ നമ്മളെ സെയിം മൈൻഡ് ആയതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഏതായാലും ഒരു തവണ അല്ലേ വണ്ടി എടുക്കുള്ളൂ, അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആണ്ടെന്നൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഓക്കെ ആക്കി. അവർ വണ്ടി തിരിച്ചു വാങ്ങി, അതുപോലെ ക്യാഷ് തിരിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ വേറൊരു മുതലിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേതായാലും നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിന് ശേഷമാണ് ആ ഒരു സംഭവമൊക്കെ എടുത്തത്. അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയ വണ്ടി കാണാൻ പോയ വീഡിയോ ഞാനിവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും